തമിഴ് തെറിയുടെ ഒഫീഷ്യൽ റീമേക്കായ ബേബി ജോൺ ഹിന്ദി അറ്റ്ലി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് 8 നില പൊട്ടിച്ച ബേബി ജോണിന്റെ കഥ തുടങ്ങുന്നത് സംവെയർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നേരെ ആലപ്പുഴയിലോട്ട് പോകുന്നത്. ആലപ്പുഴയിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ പന്നിക്കകത്ത് പെണ്ണുങ്ങളെ കിടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ വില്ലന്മാർ, ഭയങ്കര ടെക്കൈ വില്ലന്മാരെ, പന്നിയുടെ അകത്താണ് പെൺപിള്ളേരെ കടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഓക്സ് സിലിണ്ടറൊക്കെ വെച്ചിട്ട് അവിടോട്ട് പറന്നു വരുന്ന പിച്ചാത്തി വയ്ക്കാമെന്ന നമ്മുടെ സർദാർജി. ആലപ്പുഴയല്ല, പക്ഷെ മൊത്തം ഇല്ല നോർത്ത് ഇന്ത്യയിൽ നിന്ന് ബലൂണും പിച്ചാത്തിയും വിൽക്കാമെന്ന ആൾക്കാർ കൂട്ട് അവരുടെ എനിക്കൊന്ന് അവരുടെ ഇടം നടക്കുന്ന ഒരു സംഭവം തോന്നുന്നു. അങ്ങനെ പെട്ടെന്ന് വരുന്നത് നേരത്തെ ഇറങ്ങിയിട്ട് വില്ലന്മാര് സർദാർജിയുടെ മോളെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവരെ അങ്ങനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കും. ഇതാണ് തുടക്കം. അങ്ങനെ നമ്മുടെ നേരെ ഡയറക്റ്റ് നമ്മുടെ നായകന്റെ അടുത്തോട്ട് പോകുന്നു, നമ്മുടെ വരുൺ ധവാൻ. അമോൽ ബേബി തൈര് കുടിച്ചൊരു അവസ്ഥയാണ് പുള്ളിയുടെ അവസ്ഥ. വിജയൊക്കെ എന്നാ ക്യൂട്ടായിട്ട് അത് ചെയ്ത്, വിജയൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത കേട്ടോ. അറ്റ്ലി രക്ഷപ്പെട്ട ആ പടത്തിൽ രക്ഷപ്പെട്ട എനിക്ക് തോന്നുന്നു വിജയമുണ്ട. വേറെ ആരഭിനയിച്ചാലും ഈ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ ആരും അഭിനയിച്ചാലും അത് പൊട്ടും പടം, 100% പൊട്ടും. കാരണം ഈ തെറി, അതായത് ഈ ബേബി ജോൺ ഇങ്ങനെ കണ്ടിട്ട് വിജയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ ദൈവമേ പുള്ളി ഒരു രക്ഷയില്ല. പുള്ളി ഒരു നൈസായിട്ട് ചെയ്തേക്കാം. എന്നിട്ട് നേരെ അവിടുന്ന് ഇൻട്രോ കാണിക്കുന്നു. ഇൻട്രോയിൽ നിന്ന് നേരെ ബൈക്ക് ചേസിങ്, മറ്റേ ആസ് യൂഷ്വൽ മറ്റേ തെറിക്കാത്ത പോലെ തന്നെ. പക്ഷെ വിജയൊക്കെ എന്നെ സ്റ്റൈലായിട്ട് ചെയ്തേ. അത് പുള്ളി വന്നിട്ട് പോകുന്നു, ആലപ്പുഴയിൽ ഹിന്ദി പറയുന്ന ആൾക്കാരുമായിട്ട് പുള്ളി സംസാരിക്കുന്നു. എല്ലാം അവരുടെ ഒരു ഇടയില്ല. അത് ആലപ്പുഴ ജില്ലയിൽ വന്ന് ഹിന്ദിക്കാർ വന്നിട്ട് അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് കാണുന്നത്. എന്നിട്ട് നേരെ പിന്നെ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോകുന്നു ആസ് യൂഷ്വൽ. അതിനകത്ത് ഈ എമി ജാക്സൺ ചെയ്ത റോള് ചെയ്തേക്കുന്നത് വാമികയാണ്. പുള്ളിക്കാരി കുറച്ച് ചളിയൊക്കെ അടിക്കുന്നു, കൊച്ചിനെ അകത്ത് കയറ്റുന്നു, സെയിം ആസ് യൂഷ്വൽ ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ചെറിയൊരു അതിനകത്ത് എല്ലാം കോപ്പി അടിക്കാൻ പറ്റും. ഒന്നാമതെ അറ്റ്ലിയെ കോപ്പിയാ, അറ്റ്ലി ഇന്റർനാഷണൽ കോപ്പിയാ. അതിന്റെ കൂടെ അവന്റെ പടം എടുത്ത് കോപ്പി ചെയ്യുന്ന പറയുന്നത് ഭയങ്കര. എന്നിട്ട് എന്തോ ഒരു കേസ്, അതായത് വണ്ടി ഇടിച്ചിട്ട് ഒരു കേസായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേനും എന്റെ ദൈവം അവന്റെ അഭിനയം കണ്ടിട്ട് എനിക്ക് മൊബൈൽ ഇറങ്ങി പൊട്ടിക്കാൻ തോന്നി. പിന്നെ ഞാൻ മൊബൈലിലാണ് കണ്ടത്, ഞാൻ OTT-യിലാണ് കണ്ടത്. അപ്പൊ എനിക്ക് പിന്നെ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത് കാണാൻ വലിയ പാടായോണ്ട് ഞാൻ അതുകൊണ്ട് അത് ക്ഷമിച്ച് ഞാൻ അതിനകത്ത് കണ്ടു. എന്തോ അതിനകത്ത് അവന്റെ പുള്ളിയുടെ അതിനകത്ത് നടപ്പും അതിനായിട്ടൊരു മലയാളം പറഞ്ഞ സീനൊക്കെ ഉണ്ട്. എന്റെ ദൈവം എന്തോ ചളിയാന്നറിയോ, ഇല്ലേ കഴിവുണ്ടെന്ന് പറയാൻ കഴിവേറിത്തരം കാണിക്കുന്ന അവസ്ഥയാണ് ഈ പടത്തിൽ. അങ്ങനെ പുള്ളി അവിടുന്ന് മലയാളമൊക്കെ പറഞ്ഞ് ചീഞ്ഞളിങ്ങി. അതിനകത്ത് എമി ജാക്സന്റെ വാമികയുടെ നോട്ടമൊക്കെ ഉണ്ട്, ഇതിനെന്ത് തേങ്ങ ഈ പറയുന്നതെന്ന്. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോകുന്നു, നേരെ ഫൈറ്റിലേക്ക് പോകുന്നു. ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ വിജയ് നൈസായിട്ട് ചെയ്ത പടം. ഇവൻ ചെയ്തപ്പോഴത്തേനും അതാണ് ഞാൻ പറഞ്ഞത്, വിജയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വിജയ് അല്ലായിരുന്നെങ്കിൽ, ഈ തെറി വിജയ് അല്ലായിരുന്നെങ്കിൽ പടം 100% പൊട്ടിയാണ്. എന്നിട്ട് ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ ദൈവമേ എന്തോ വധമാണെന്നറിയോ. അവിടുന്ന് ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് ഇവന്റെ നേരെ കഥ പറച്ചിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ നായിക കീർത്തി സുരേഷ്. പുള്ളിക്കാരിയാണെങ്കിൽ എന്റെ ദൈവമേ സീൻ സാധനം. പുള്ളിക്കെന്ന് പറഞ്ഞാല് തെറിയില് സമന്തയൊക്കെ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര എന്താ, അവളെ കാണിക്കുമ്പോ തന്നെ ഒരു ഫീല് നമുക്ക് കിട്ടും, ഒരു ഹീറോയിൻ ആ ഒരു ഫീല് നമുക്ക് കിട്ടുമല്ലോ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചായി. ഇവളെ കൊണ്ട് ഐറ്റം ഡാൻസ്, നായികയെ കൊണ്ട് ഐറ്റം ഡാൻസ് കാണിപ്പിക്കുന്നു, അങ്ങനെയൊക്കെയായിട്ട് പടം പോകുന്നത്. അങ്ങനെ പിന്നെ ഇവരുടെ കഥയൊക്കെ പറഞ്ഞ് സെയിം ആ തെറിയിലെ അതേ തന്നെ സീൻസ് എല്ലാം പോകുന്നു. അങ്ങനെ പോയിട്ടാണ് വില്ലന്റെ ഇൻട്രോ. വില്ലനാണെങ്കിൽ കുഴിക്കാതിരുന്ന ഒരു തന്നെ തല്ലിക്കൊന്നിരിക്കുമ്പോൾ അതാണ് വില്ലന്റെ ഇൻട്രോ. അതായത് മറ്റേ തമിഴിനകത്ത് ആ പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല, ആ പുള്ളിയൊക്കെ ക്ലാസ് ആയിട്ട് അഭിനയിച്ചതാണ്. ഇതിനകത്ത് ഓവർ ആക്ടിങ് പുള്ളി അറ്റ്ലി പറഞ്ഞേക്കുന്നത്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തേക്കാം നിങ്ങളെല്ലാം ഓവർ ആക്ടിങ് ചെയ്തോളാണ് പറഞ്ഞേക്കുന്നത് എല്ലാവരോടും. അങ്ങനെ എനിക്കറിയാം ഈ തമിഴിൽ നിന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണോ ഇവൻ അവിടെ കൊണ്ടിട്ട് പൊട്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേസ് വരുന്നു, ഒരു പെൺകുട്ടിയെ കാണാനില്ല, സെയിം തെറിക്കാത്ത പോലെ തന്നെ കേസ് വരുന്നു. നേരെ ചെല്ലുന്നു. മറ്റേനകത്ത് ആ കൊച്ച് അവിടെ ഡെഡായിട്ട് കിടക്കുന്ന കാണിക്കുന്നത്. ഇതിനകത്ത് പക്ഷേ ആ കൊച്ച് ഇവന്മാരെല്ലാം അതിനെ നടന്നു വരുമ്പോൾ വില്ലന്മാര് കത്തിച്ചിട്ട് പോകും. വില്ലനെ പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ജാക്കി ഷറഫ് വില്ലൻ, ജാക്കി ഷറഫിന്റെ മോനാണ് അവൻ. അവന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അവനെ ഇവന്മാര് സെയിം മറ്റേനകത്ത് കൊല്ലുവാണെങ്കിൽ ഇതിനകത്ത് ഒരു കച്ചിക്കകത്ത് ഇട്ടിട്ട്, അതായത് നമ്മുടെ മൊട്ടരാജേന്ദ്രന്റെ സീൻ അത് റോൾ ചെയ്യുന്ന ഒരു പുള്ളിയുണ്ട് ഇതിനകത്ത്. പുള്ളി പഴയ കോമഡി ഹിന്ദിയിലെ. പുള്ളിയുടെ ഒരു അരമണിക്കൂർ സംഭാഷണം എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഒരു സിഗരറ്റ് എടുത്ത് എറിയുമ്പോഴത്തേനും മറ്റേ വാറ്റുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് പോലീസുകാർ വരുമ്പോൾ ഇറങ്ങി ഓടുന്ന പോലെ വില്ലൻ കച്ചിക്കകത്തുനിന്ന് ഇറങ്ങി ഓടും തീ കത്തുമ്പോഴത്തേനും. അങ്ങനെ ഓടി വന്നിട്ട് ഇവനെ ഈ നമ്മൾ ചില വ്ളോഗ് കണ്ടിട്ടില്ലേ, ഫുഡ് വ്ളോഗ്, അതായത് ഈ കോഴിയെ ടിന്നിനകത്ത് വെച്ചിട്ട് ചുട്ടെടുക്കുന്നത് എന്ന് പറഞ്ഞോട്ട് അങ്ങനെ ചുട്ടെടുക്കും.
ചുട്ടെടുത്ത് അതേ രീതിയിൽ തന്നെ അവനങ്ങ് ഇരിക്കുക. അങ്ങനെ വില്ലൻ വരുന്നു, ജാക്കി ഷറഫ് വരുന്നു. അവന്റെ മോനെ കണ്ട് ചുട്ടു വെച്ചേക്കുന്ന മോനെ കണ്ടോണ്ട് പുള്ളി ആ പടം അപ്സെറ്റ് ആയിട്ട് നിൽക്കുമ്പോഴത്തേനും ഇതല്ല വിജയ് പറഞ്ഞ ഡയലോഗ് പോലെ പറഞ്ഞിട്ട് പുള്ളിയുടെ ബൗൾക്കം അടിച്ചു മാറ്റി പുള്ളി തിന്നോണ്ട് വരുൺ ധവാൻ തിന്നോണ്ട് പോകും. അതായത് ജാക്കി ഷറഫിന്റെ ബൗൾക്കം തട്ടിപ്പറിച്ചുകൊണ്ട് വരുൺ ധവാൻ തിന്നോണ്ട് പോകും. അങ്ങനെ തിന്നോണ്ട് പോയിട്ട് പിന്നെ ഈ പറഞ്ഞോട്ട് സമ്മന്തയെ നടുവിന് വെടിവെച്ച് കൊല്ലുവാണെങ്കിൽ ഇതിനകത്ത് എവിടെ വെടികൊണ്ട് കീർത്തി സുരേഷ് ചാവുന്നു. പിന്നെ കൊച്ചിനെ കൈ കൊടുക്കുന്നു, രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ വന്ന് ഫ്ലാഷ് ബാക്ക് തീരുന്നിടത്താണ് വൺ ട്വിസ്റ്റ്. കേട്ടോണ്ടിരുന്ന വാംബിക പഴയ മറ്റേനകത്ത് ടീച്ചറല്ലേ, ഇതിനകത്ത് IPS അണ്ടർ കവർ ഏജന്റ് ആണ് അവള്. വൺ ട്വിസ്റ്റ് ഇതിനകത്ത് നേരെ തിരിച്ചു ഇവരെ നാട്ടിൽ പോകുന്നു. അങ്ങനെ അവന്റെ കുടുംബക്കാരെ കൊന്നവരെ എല്ലാം വരുൺ ധവാൻ കൊല്ലുന്നു. ഏറ്റവും അവസാനം നമ്മുടെ വില്ലൻ അതിന്റെ ഇടയ്ക്ക് ആ ബസ്സൊക്കെ വീഴുന്നൊക്കെ സീൻസ് ഒക്കെ ഉണ്ട്. സെയിം തിരിക്കാതെ പോലെ തന്നെ നേരെ ഇവന്റെ കൊച്ചിനെ അടിച്ചോണ്ട് പോകും. കൊച്ചിനെ അടിച്ചോണ്ട് പോയിട്ട് ഒരു ഷിപ്പ് യാർഡ്, ഇവന്മാർക്ക് എനിക്കറിയാം പോർട്ടി വരും. എനിക്കറിയാം ഈ ബോളിവുഡുകാർക്ക് പോർട്ട് ഒരു ഹരമാണെന്ന് തോന്നുന്നു. രോഹിത് ഷെട്ടി ആണെങ്കിലും പോർട്ടി കൊണ്ടിട്ട് അവസാനം പൊട്ടി വരുന്നു. വന്ന പാടെ ഇവനെ കാലേ വാരി തൂക്കി മെസ്സിയെ തൂക്കി ഇടുന്ന പോലെ വരുൺ ധവാനെ കാലേ വാരി തൂക്കി മണ്ടക്കോട്ട് വെക്കും. അപ്പത്തേനുമാണ് വില്ലൻ കുറെ ഡയലോഗ് അടിക്കും. അപ്പത്തേനും ഇവന്റെ മോളും ഒക്കെ ഷിപ്പിൽ ഇവര് കടത്തുക. വില്ലന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കടത്തില്ല മെയിൻ പരിപാടി. അങ്ങനെയില്ല, തീപ്പെട്ടി കൂടെ തട്ടിയിടുന്ന പോലെ ഈ പെൺപിള്ളേരകത്ത് കിടന്നോട്ട് ചവിട്ടി കണ്ടെയ്നർ താഴെ ഇട്ട് കഴിയുമ്പത്തേനും അവന് മനസ്സിലാവും ഏത് കണ്ടെയ്നറിനകത്താ അവര് കടക്കുന്നതെന്ന്. അപ്പത്തേനും പെട്ടെന്ന് ദൈവദൂതെ പോലെ നമ്മുടെ കീർത്തി സുരേഷ് വന്നിട്ടില്ല സ്പൈഡർമാന്റെ റെഫറൻസ് സ്പൈഡർമാൻ തൂങ്ങി കിടക്കുമ്പോൾ കിസടിക്കാൻ ചെല്ലത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ചെന്നിട്ട് കഥയൊക്കെ പറഞ്ഞ് പൊളിപ്പൊന്ന് പെട്ടെന്ന് ഇതായിട്ട് ബൂസ്റ്റ് കയറി അങ്ങനെ പിന്നെ നേരെ പൊട്ടിച്ച് ചാടി വില്ലന്മാരെ എല്ലാം കൊന്ന് പുറയിലാണെങ്കിൽ തോക്കും പിടിച്ചോണ്ട് വായ നോക്കിയേക്കുന്ന വില്ലന്മാര്. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഇവനൊരു ഒരു കണ്ടെയ്നകത്ത് കയറും, കണ്ടെയ്നർ താഴെ ഇടും, അതിനകത്തുനിന്ന് കുതിരപ്പുറത്ത് വരും, ബാഹുബലി റെഫറൻസ്. അങ്ങനെ എന്ന് വേണ്ട എല്ലാ പടത്തിലെയും റെഫറൻസ് പുള്ളി എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ വില്ലനെ അടിച്ച് ഒതുക്കിയിട്ട് നേരെ ഒരു ക്രെയിനെ കൂടെ കയറി മണ്ടയ്ക്ക് ചെന്നിട്ട് ചിപ്പയിലോട്ട് എടുത്ത് ചാടി അവരെ എല്ലാം രക്ഷിക്കും പുള്ളി. പിന്നെ വന്ന പെമ്പിള്ളേരെല്ലാം വില്ലനെ ഞാൻ കൊല്ലുക. നമ്മൾ വിചാരിക്കും അവിടെ പടം തീർന്നെന്ന്. അവിടെ തീർന്നിട്ടില്ല. 2 വർഷം കഴിഞ്ഞിട്ട് ഓടാത്ത കപ്പലേൽ പിടിച്ചോണ്ട് വന്ന പെണ്ണുങ്ങളെ രക്ഷിക്കാനായിട്ട് വരുൺ ധവാനും വാമികയും മറ്റേ ഏജന്റും കൂടെ വരും. ഒരു 3 പേര് ഏജന്റ് ആണല്ലോ. അപ്പോഴാണ് ഇവരുടെ മെയിൻ ഏജന്റ് വരുന്നത്. ആരാ? നമ്മുടെ ക്യാമിയോ ആയിട്ട് വരുന്നത്. കഷ്ടം, എനിക്കറിയാം ഈ പുള്ളിയെ ഉള്ള പടത്തിലെല്ലാം ക്യാമിയോ ആയിട്ട് കൊണ്ടുവന്ന് അങ്ങ് ഫീൽഡിലോട്ടാക്കുക. സൽമാൻ ഖാന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഈ പടത്തിലും ക്യാമിയോ. പക്ഷെ എന്റെ ദൈവം, എനിക്കറിയാം പുള്ളിയെ കൊണ്ടുവന്ന് പുള്ളി ക്യാമിയോ ആക്കി ചലനം പിന്നെ ഇടിയും ബഹളമൊക്കെ ആയിട്ട് അവിടെ തീർന്നെന്ന് വിചാരിക്കും. തീരത്തില്ല. അവര് പിന്നെ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ദിവാലി, ഹാപ്പി എന്തൊക്കെ ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടാണ് പടം തീർക്കുന്നത്. എന്റെ ദൈവമേ, ഇവന് പ്രാന്താണ്. അറ്റ്ലിക്ക് വട്ടാണ്. സീരിയസ്ലി അറ്റ്ലി ശരിക്കും എന്ന് പറയാം തമിഴിൽ നടക്കാത്തതുകൊണ്ട് ഇനിയിപ്പോ ബോളിവുഡിൽ അവന്റെ സ്റ്റോക്കെല്ലാം എടുത്തുകൊണ്ട് പോയി ബോളിവുഡിൽ കൊണ്ടിട്ട് പൊട്ടിക്കാനാന്ന് തോന്നുന്നു. ഇനി അടുത്ത ബിഗിൽ ഇറങ്ങും നോക്കിക്കോ, അത് അക്ഷയ് കുമാർ ആയിരിക്കും. എനിക്ക് ഉറപ്പാ അതിനുള്ളതെല്ലാം അവൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.